അപ്പൊ ബഹുത് ദിനോ കെ ബാദ് എന്ന നാഗാർജുൻജി എഴുതിയിട്ടുള്ള ഒരു കവിത ഉണ്ടല്ലേ നമുക്ക് പഠിക്കാൻ. അപ്പൊ ആ കവിതയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇത് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ബഹുത് ദിനോ കെ ബാദ് നാമക് കവിത കിസ്നെ ലിഖ? ആരാണ് എഴുതിയത്? നമുക്കറിയാം, നാഗാർജുൻജിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് അല്ലേ. നോക്കൂ, യഹ് കിസ് വിധാ കി രചന ഹൈ? ഇത് ഏത് തരത്തിലുള്ള രചനയാണ്? എന്ത് സാഹിത്യവിധയാണ്? കഥയാണോ? ഇതൊരു കവിതയായിരുന്നു അല്ലേ. നോക്കൂ, ഇസ് കവിത മേം കവി ക്യാ ക്യാ വർണ്ണൻ കർത്തേ ഹൈ? ഈ കവിതയിൽ കവി എന്തൊക്കെയാണ് വർണ്ണന ചെയ്യുന്നത്? എന്താണ് അവിടെ വർണ്ണിക്കുന്നത്? എന്തിനെ കുറിച്ചായിരുന്നു വർണ്ണിക്കുന്നത്? നോക്കൂ, കവി പ്രകൃതി പ്രേമ കാ ചിത്രൻ കർത്തേ ഹൈ. ഇവിടെ കവി പ്രകൃതി പ്രേമത്തെ കുറിച്ചാണ് പറയുന്നത്. നോക്കാം. ഇസ് കവിത കാ മൂല പ്രതിപാദ്യ ക്യാ ഹൈ? ഈ കവിതയുടെ മൂല പ്രതിപാദ്യം എന്താണ്? പ്രധാന സന്ദേശം എന്താണെന്നാണ് അടുത്തൊരു ചോദ്യം. നമുക്ക് 2 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണെന്ത്? ഈ കവിതയുടെ പ്രധാന സന്ദേശം എന്താണ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇസ് കവിത കാ മൂല പ്രതിപാദ്യ യേ ഹൈ കി? ഈ കവിതയുടെ പ്രധാന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, കവി ഏക് ലംബേ സമയക്കെ ബാദ്, കവി ഒരു വളരെ ലോങ് ടൈമിന് ശേഷം, വളരെയധികം വർഷങ്ങൾക്ക് ശേഷം, അപ്പനെ ചിര പരിചിത ഗാവ് മേ ആതാ ഹൈ, തനിക്ക് വളരെയധികം പരിചിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. ഓർ യഹാം അപൂർണ ആനന്ദ് തഥാ പരിതോഷ കാ അനുഭവ് കർത്താ ഹൈ. അപ്പൊ അവിടെ നിന്ന് എന്താണ് സംഭവിക്കുന്നത്? വളരെയധികം അദ്ദേഹത്തിന് സന്തോഷമുള്ള ഓരോ കാഴ്ചകളും ഓരോ കേൾവികളും എല്ലാം അദ്ദേഹത്തിന് അനുഭവിക്കാൻ പറ്റാണല്ലേ. ഇസ് ഉല്ലാസ് കോ, ആ ഒരു എൻജോയ്മെന്റിന് കവിനെ ശബ്ദ സ്പർശ് രസ് രൂപ് और गंध के 5 बिंबों के माध्यम से व्यक्त किया है. അപ്പൊ അദ്ദേഹം അതൊക്കെ തന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അതൊക്കെ അനുഭവിച്ച് അതിനെ ഓരോ സ്റ്റാൻസയിലായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. എങ്ങനെയാണ് പറയുന്നത്? ആദ്യത്തെ 2 സ്റ്റാൻസയിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു പറയുന്നത്. നോക്കൂ, ബഹുത് ദിനോ കെ ബാദ് അബ്കി मैंने जी भर देखी पकी सुनहली फसलों की मुस्कान. बहुत दिनों के बाद, बहुत दिनों के बाद आपके मैं जी भर सुन पाया धान कूटती किशोरियों की कोकिला कंठी तान. बहुत दिनों के बाद, बहुत दिनों के बाद आपकी मैंने जी भर सूखे मौल सिरी के ठेर ठेर से ताजे तटक के फूल. बहुत दिनों के बाद, बहुत दिनों के बाद आपकी मैंने जी भर छू पाया अपनी गमवई पगडंडी की चंदन वर्णी धूल. बहुत दिनों के बाद, बहुत दिनों के बाद आपकी मैंने जी भर ताल मखाना गाया घन्ने चूसे जी भर. बहुत दिनों के बाद, बहुत दिनों के बाद आपकी मैंने जी भर भोगे गंध रूप रस शब्द स्पर्श सब साथ साथ इस भू पर. बहुत दिनों के बाद. ഇതായിരുന്നു നമ്മുടെ ബഹുത് ദിനോ കെ ബാദ് എന്ന നാഗാർജുൻജി എഴുതിയിട്ടുള്ള കവിത. ഇനി നമുക്ക് നോക്കാം. അബ്കി मैंने जी भर सूखे मौल सिरी के ठेर ठेर से ताजे टटक के फूल. बहुत दिनों के बाद अबकी मैं जी भर छू पाया अपनी गमवई पगडंडी की चंदन वर्णी धूल. ഈ ഒരു സ്റ്റാൻസ് തന്നിട്ട് ഇത്തരത്തിലുള്ള സ്റ്റാൻസകൾ നമുക്ക് 6 സ്റ്റാൻസ ഉണ്ട് ഈ ഒരു കവിതയിൽ. അപ്പൊ അതിൽ ഏതെങ്കിലും 1-2 സ്റ്റാൻസ ഒരുമിച്ച് തന്നിട്ട് അതിന്റെ ഭാവാർത്ഥ ലിഖേ അല്ലെങ്കിൽ ആശയ ലിഖേ. ഒന്നാമത്തെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം, ഭാവാർത്ഥ ലിഖേ. രണ്ടാമത്തെ നോക്കൂ, ആശയ ലിഖേ. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്? നോക്കൂ, प्रस्तुत पंक्तियां बहुत दिनों के बाद कविता से लिया गया है. മുകളിൽ തന്നിരിക്കുന്ന ഈ ഒരു പംക്തികൾ, ഈ വരികൾ ബഹുത് ദിനോ കെ ബാദ് എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഈ കവിത കവി നാഗാർജുൻജി കെ ദ്വാരാ രചിത ഹൈ. ഈ കവിതയുടെ കവി ആരാണ്? നാഗാർജുൻജിയാണ്. ഇൻ പംക്തിയോं के माध्यम से कवि सुगंध और चूने की अनुभूति करते हैं. അപ്പൊ ആ സ്റ്റാൻസയിൽ എന്താണോ ഉള്ളത് അത് മാത്രം നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എന്താണ്?
സുഗന്ധത്തെക്കുറിച്ചും അതുപോലെ തന്നെ സ്പർശനം അല്ലേ, ആ ഒരു മണ്ണിനെ സ്പർശിച്ച സമയത്തുണ്ടായ ആ ഒരു ഫീലിങ്ങിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. ബാബ നാഗാർജുൻ കാ ഗാവ് താൽ തലയ്യ और മൗലസിരി के फूलों आदि से भरा है. അപ്പോ നാഗാർജുൻജിയുടെ ഒരു ഗ്രാമം എന്ന് പറയുന്നത് ഇലഞ്ഞിപ്പൂ പൂമരങ്ങളും അതുപോലെ തന്നെ എന്താണ് ഒരുപാട് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ തിങ്ങി നിറഞ്ഞുകൊണ്ടുള്ള ഒരു ഗ്രാമമാണ്. ഇൻ ഫൂലോं के सुगंध को, അപ്പൊ ഇലഞ്ഞിപ്പൂവിന്റെ ആ ഒരു മണം കവി ജി ഭർ കെ മെഹസൂസ് കർത്തേ ഹേ, വളരെയധികം മനസ്സ് നിറയെ അത് അനുഭവിക്കുകയാണ് ആ ഒരു സുഗന്ധം. കവി അപ്നെ ഗാവ് കെ രാസ്തേ കാ ചന്ദൻ കെ രംഗ് കെ സമാൻ ധൂൽ കോ, കവി പിന്നെ പറയുന്നത് എന്താണ്, തൻ്റെ ഗ്രാമത്തിലെ നടവഴിപ്പാതയിലെ ആ ഒരു ചന്ദന നിറമുള്ള മണ്ണിനെ ജീ ഭർക്കർ സ്പർശ കർത്തേ ഹേ, മനസ്സ് നിറഞ്ഞു തൊടുകയാണ് അല്ലെ, മനസ്സ് നിറഞ്ഞത് തൊടുകയാണ്. കവിക്കോ ആനന്ദ് കി അനുഭൂതി ഹോത്തി ഹേ, അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കവിക്ക് എന്താണ്, ഒരു ആനന്ദത്തിന്റെ അനുഭൂതി ഉണ്ടാവുകയാണ്. ക്യോങ്കി കവി ബഹുത് ദിനോं के बाद गाँव आए हैं, കാരണം എന്താണ്, വളരെയധികം സമയത്തിന് ശേഷമാണ് അല്ലെ, വർഷങ്ങൾക്ക് ശേഷമാണ് കവി തിരിച്ച് ഗ്രാമത്തിലേക്ക് എത്തുന്നത്. और गाँव की मिट्टी को छू पा रहे, ഗ്രാമത്തിലെ ആ ഒരു മണ്ണിനെ തൊടുന്നത്. അപ്പൊ ഇതാണ് ഈ രണ്ട് സ്റ്റാൻസ മിക്സ് ചെയ്തിട്ടുള്ള ഇതിന്റെ ഭാവാർത്ഥം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കുകയാണെങ്കിൽ കവിതയുടെ മൊത്തത്തിലുള്ള ഒരു ആശയം എഴുതാൻ പറഞ്ഞാലോ, നമ്മളത് എങ്ങനെ എഴുതണം? കവിതാക്ക ആശയ ലിഖേ എന്ന ചോദ്യം വന്നാൽ നമ്മൾ എങ്ങനെ എഴുതണം നോക്കൂ. കവി നാഗാർജുൻ പ്രകൃതി കാ അനോഖാ വർണ്ണൻ കർത്തേ ഹുയേ കഹത്തെ ഹൈ, കവി നാഗാർജുൻ എന്താണ്, പ്രകൃതിയെ വളരെയധികം വർണ്ണിച്ചുകൊണ്ട് പറയുകയാണ്. കവിനെ അനേക് ദിനോं के बाद, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കവി പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ ദേഖാ ഹെ, പാടത്ത് ചിരിക്കുന്ന പോലെ നിൽക്കുന്ന എന്താണ്, സ്വർണ്ണ നെല്ലുകളുടെ ആ ഒരു കാഴ്ച കാണുകയാണ് അല്ലെ. കവിനെ ബഹു ദിനോं के बाद धान कूटती किशोरियों की कोकिला कंठी तान को जी भर कर सुन पाई, അതിലെ ഓരോ ലൈനും നമ്മൾ വിവരിച്ചെഴുതാണ് ഇവിടെ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹം കേൾക്കുകയാണ്, എന്ത് കേൾക്കുകയാണ്, മനസ്സ് നിറച്ച് അദ്ദേഹം കേൾക്കുകയാണ്. നെല്ല് മെതിക്കുന്ന പെൺകുട്ടികളുടെ ആ സുന്ദരമായ ശബ്ദം, സ്വീറ്റ് വോയിസ് അദ്ദേഹം കേൾക്കുകയാണ്. അബ് ബഹുത് ദിനോं के बाद, വളരെയധികം ദിവസങ്ങൾക്ക് ശേഷം ഉन्होंने मौलसिरी के ताजे फूलों के सुगंध को जी भरकर सूंघ पाया, അദ്ദേഹം വളരെയധികം ദിവസങ്ങൾക്ക് ശേഷമാണ് ഇലഞ്ഞിപ്പൂവിന്റെ ആ ഒരു ഫ്രഷ് സ്മെല്ല് അദ്ദേഹം അനുഭവിക്കുന്നത്. കവിനെ ബഹുत दिनों के बाद अपने गांव की पगडंडी की चंदन जैसी धूल को जी भर के छू पाया, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം തൻ്റെ ഗ്രാമത്തിലെ നടവഴിപ്പാതയിലെ ആ ഒരു മണ്ണ് തൊട്ട് അദ്ദേഹത്തിന് ആനന്ദം കൊള്ളാൻ സാധിക്കുന്നത്. കവിനെ बहुत दिनों के बाद ताल मखाना गाया और जी भर कर घन्ने चूसे, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ഔഷധി കഴിക്കുന്നത്, ഒരുപാട് കരിമ്പുകൾ കഴിക്കുന്നത്. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന് എന്താണ്, മനസ്സിന് വളരെ കുളിർമയുള്ള ഓരോരോ കാര്യങ്ങളാണ്. इस पृथ्वी पर, ഈ ഭൂമിയിൽ കവി ഗന്ധ रूप रस शब्द स्पर्श आदि को जी भर कर भोगा बहुत दिनों के बाद, ഇതിനെല്ലാം എന്താണ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കവി ഇവിടെ അനുഭവിക്കുകയാണ്. അപ്പൊ ഇതാണ് ബഹുത് ദിനോं के बाद എന്ന കവിതയിൽ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് മാത്രം പഠിച്ചാൽ മതി, നമുക്ക് ഈ പാഠത്തിൽ നിന്ന് എന്ത് ചോദ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓക്കെ, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.